ഈ പുരുഷന്മാര് ഈ സ്ത്രീകളെ ചരക്കെന്ന് വിളിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടി പോയാൽ അവള് വെടിയാന്ന് പറയണമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ പുരുഷന് സ്ത്രീ എന്ന് പറയുന്നത് അവന്റെ ലൈംഗിക താല്പര്യത്തിന് മാത്രമുള്ള ഒരു വസ്തുവായിട്ടാണോ കാണുന്നത്? അതെ. വേറെ ഒരു ആത്മബന്ധമോ? മനുഷ്യനായിട്ടില്ലല്ലോ. നിങ്ങൾ മനുഷ്യനാണെന്ന് ഞാൻ പടം വരയ്ക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ വരച്ചില്ലല്ലോ. വരച്ചത് മനുഷ്യനല്ല. അപ്പൊ സ്ത്രീകൾ പുരുഷന്റെ പടമല്ലേ വരച്ചത്? മനുഷ്യന്റെ പടം വരയ്ക്കാൻ പറഞ്ഞ പുരുഷന്റെ പടമല്ലേ വരയ്ക്കുന്നത്? ഈ ചോദ്യം ചോദിക്കുന്ന ആള് ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ആ ചോദ്യം ചോദിക്കുന്നത്? ആ ചോദ്യം ചോദിക്കുന്ന ആളുടെ വീട്ടിലും പുരുഷന്മാരില്ലേ? അച്ഛനായിട്ടും മകനായിട്ടും ഭർത്താവായിട്ടും സഹോദരനായിട്ടും ഒക്കെ പുരുഷന്മാരുണ്ട്. ഈ പുരുഷന്മാരൊക്കെ ഇവരെ കാണുന്നത് പുരുഷന്റെ ലൈംഗിക താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെറും ഒരു വസ്തുവായിട്ടാണോ ഈ സഹോദരനും ഈ മകനും ഈ അച്ഛനൊക്കെ കാണുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക. എന്തൊരു ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ചോദിക്കണ്ടേ? അതുപോലെ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ആള് ഈ മൈത്രേനും പെൺമക്കളില്ലേ, അമ്മയില്ലേ, സഹോദരിമാരില്ലേ, ഇവരൊക്കെ മൈത്രേൻ കാണുന്നത് വെറും ലൈംഗിക താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെറും ഒരു ഉപഭോഗ വസ്തുവായിട്ടാണോ? ഒന്ന് ആലോചിച്ച് നോക്കാം. ഒന്നുകിൽ ചോദ്യം ചോദിക്കുന്ന ആള് ചോദ്യത്തിന് അർത്ഥം മനസ്സിലാക്കി ചോദിക്കണം. ഉത്തരം പറയുമ്പോഴും അതുപോലെ തന്നെ. പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാനുള്ളതല്ലേ. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം, പുരുഷന്മാർ സ്ത്രീകളെ കാണുമ്പോൾ ചരക്ക് എന്നും വെടി എന്നും ഒക്കെ വിളിക്കുന്നുണ്ടെന്ന്. എന്നെ കേൾക്കുന്ന സ്ത്രീകൾ, നിങ്ങളിൽ എത്ര പേര് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെ ചരക്ക് എന്നും വെടി എന്നും ആളുകൾ വിളിക്കുന്നുണ്ട്? ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? വിളിക്കൂല. ആരും വിളിക്കൂല. കുടുംബത്തിൽ പറഞ്ഞ, തറവാട്ടിൽ പറഞ്ഞ ഒരു പെണ്ണിനെയും ഒരാളും അങ്ങനെ വിളിക്കൂലാന്നേ, സത്യമായിട്ടും. പിന്നെ ആരെയാണ് വിളിക്കുന്നത്? എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളെയും അങ്ങനെ വിളിക്കുന്നുണ്ടോ? ഒരിക്കലും വിളിക്കൂല. ചില ആളുകളെ മാത്രം അങ്ങനെ വിളിക്കുന്നു. എന്തുകൊണ്ടാ? നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഇന്റൻഷനോട് കൂടി ആളുകളെ ഫോക്കസ് ചെയ്യണം, ആളുകളെ കാണണം, ആളുകളെ കാണിക്കണം, അങ്ങനെയുള്ള ഒരു സ്പെസിഫിക് ഇന്റൻഷനോട് കൂടി മാത്രം വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്ന ചില ആളുകൾ അങ്ങനെ വിളിക്കുന്നുണ്ട്. അല്ലാതെ കുടുംബത്തിൽ പറഞ്ഞ ഒരാളും അങ്ങനെ വിളിക്കൂലെന്നേ. അറിയാം, വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെയും ചോയ്സാണ് എന്ന് കരുതി അതിനൊക്കെ ഒരു പരിധിയില്ലടേ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ധരിച്ചോട്ടെ, നിനക്ക് എന്താന്ന് ചോദിച്ചു വരുന്ന ചില ആൾക്കാരുണ്ടാവും ഇതില്. അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒന്നും പറയാനില്ല. അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഉളുപ്പ് ഉസുറും കുറച്ചെങ്കിലുള്ള ആൾക്കാരോടല്ല പറഞ്ഞിട്ട് കാര്യമുള്ളൂ.